Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. Diabetes എന്നത് വെറും ഷുഗർ ലെവൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഡയബറ്റിസ് എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, ഈസിയായി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമ്മൾ ഇന്നീ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഡയബറ്റിസിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ്. ഡയബറ്റിസ് എന്താണ്, എങ്ങനെ വരുന്നു, എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ ഉള്ളത്. ഡയബറ്റിസ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഡയബറ്റിസ് എന്നാൽ നമ്മുടെ ബ്ലഡിൽ ദീർഘകാലമായിട്ട് ഷുഗർ ലെവൽ ഉയർന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇൻസുലിൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, പക്ഷെ അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. ഇനി നമുക്ക് ഡയബറ്റിസിന്റെ ടൈപ്പ് നോക്കാം. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജസ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഡയബറ്റിസിന്റെ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തീരെ ഇൻസുലിൻ പ്രവർത്തിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ലൈഫ് ലോങ് ഇൻസുലിന്റെ ആവശ്യകത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് ലേറ്റർ ഓൺ ഉണ്ടാവുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി ഇത് നിയന്ത്രിക്കാവുന്നതാണ്. അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ഇതൊക്കെ കൊണ്ട് വരുന്നതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. എന്നാൽ ജസ്റ്റേഷണൽ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ മാത്രം കണ്ടുവരുന്ന ഡയബറ്റിസ് ആണ്. അതായത് പ്രഗ്നൻസി ടൈമിൽ മാത്രം നമുക്ക് ആദ്യമായിട്ട് ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്യുന്നു. പിന്നെ അത് ലേറ്റർ ഓൺ കുട്ടിക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പ്രമേഹം കൂടുന്നു എന്ന് നമുക്ക് നോക്കാം. മെയിൻ കാരണം വ്യായാമമില്ലായ്മ, അതുപോലെ തന്നെ ഇടവേളകളില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, എല്ലാ സമയവും ഇരുന്ന് ജോലി ചെയ്യുന്നു, അത് വേറെ ഒരു വർക്കും നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നില്ല, ഇനാക്റ്റീവ് ആയ സ്റ്റേറ്റിൽ തന്നെ പോകുന്നു. പിന്നെ ഉള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാത്തത്. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വെളുത്ത അരി, പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ദിവസവും മധുരം അടങ്ങിയ ചായ കുടിക്കുന്നു, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു, പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നു, പിന്നെ നമ്മൾ ഇരുന്നാണ് എല്ലാ സമയവും ജോലി ചെയ്യുന്നത്, അതുപോലെ യാത്ര വാഹനങ്ങളിലാണ്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്തായാലും അവിടെ ഉണ്ടാവാൻ പോകുന്നത് ഇൻസുലിൻ ഓവർലോഡ് ആണ്. ഇത് മെല്ലെ മെല്ലെ ഡയബറ്റിസിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും അവഗണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത്, അമിതമായിട്ടുണ്ടാവുന്ന ദാഹം, ക്ഷീണം, പിന്നെ മുറിവുകൾ ഉണങ്ങാതിരിക്കുക, ദീർഘകാലമായിട്ടും മുറിവുകൾ ഉണങ്ങുന്നില്ല, പിന്നെ കാഴ്ചക്കുറവ്, ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡയബറ്റിസിനെ സൈലന്റ് ഡിസീസ് എന്ന് വിളിക്കുന്നത് തന്നെ 5 to 10 years വരെയൊക്കെ ഒരു സിംറ്റംസും കാണിക്കാതെ ഡയബറ്റിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസസുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ ഒരു 6 മാസത്തില് 1 വർഷത്തിലൊക്കെ ഗ്യാപ്പിൽ പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഡയബറ്റിസിൽ പെട്ടെന്ന് ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രോപ്പറായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ രക്തക്കുഴലുകളെ, നാഡികളെ, ഹൃദയത്തെ, അതുപോലെ കിഡ്നി ഒക്കെ അഫക്ട് ചെയ്യാം. ലേറ്റർ ഹാർട്ട് ഡിസീസസ്, പിന്നെ കിഡ്നി ഡിസീസസ്, സ്ട്രോക്ക് പോലെയുള്ളവർക്ക് പിന്നീട് ഉണ്ടാവാം. അതാ പറയുന്നത് ഡയബറ്റിസ് മെല്ലെ മെല്ലെയാണ് നമ്മുടെ ബോഡിക്ക് ഇല്ലാതാക്കുന്നത്. നമ്മൾ പ്രോപ്പർ ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് ഉറപ്പായും തടയാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ, എത്രയൊക്കെ വാല്യൂസ് വേണമെന്നൊക്കെ ഒന്ന് നോക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 80 to 113 ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു റേഞ്ചാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ചെയ്യുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ടെസ്റ്റ് >180 ആയിരിക്കണം. HbA1c <7 ആയിരിക്കണം. അപ്പോൾ HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ 3 മാസത്തെ ശരാശരി വാല്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. ശരിക്കും ഇതൊരു ഡയബറ്റിസിന്റെ റിപ്പോർട്ട് കാർഡ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ഈ വാല്യൂ ഇടയ്ക്കെങ്കിലും ഈ ഒരു ഗ്യാപ്പിൽ, ഡോക്ടർ പറഞ്ഞ ഗ്യാപ്പിൽ ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫുഡിന് ശരിക്കും ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ് ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണം, പച്ചക്കറികൾ, ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഹാഫ് പ്ലേറ്റ് പച്ചക്കറി ആണെങ്കിൽ 1/4 പ്രോട്ടീനും 1/4 കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രീതിയിൽ ആ പ്രോപ്പർ പ്ലേറ്റ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ 30 മിനിറ്റ്സ് നടക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും വേണം. ഇതുപോലെ തന്നെയാണ് വ്യായാമവും. നമ്മൾ 30 മിനിറ്റ്സ് നടക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ ലെവലിനെ, അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യകത അവിടെ കുറയ്ക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസത്തിലെങ്കിലും മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ അത് മെല്ലെ മെല്ലെ കുറച്ച് തരാനും, അതുപോലെ തന്നെ ഇൻസുലിൻ ആണെങ്കിലും ചിലപ്പോൾ ചില കേസസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ടാബ്ലോ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ പ്രീ ഡയബറ്റിസ് ഒക്കെ ആണെങ്കിൽ എക്സസൈസസും ഡയറ്റും കൊണ്ട് തന്നെ
നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വരാതെ ഡയബറ്റിസ് വരാതെ നോക്കാവുന്നതേ ഉള്ളൂ. മരുന്നുകളും ഇൻസുലിനോടും ചിലർക്ക് എങ്കിലും ഒരു ഭയം കണ്ടിട്ടുണ്ട്. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. മരുന്നുകൾ ആവശ്യമാണെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പൊ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ, ഇൻസുലിൻ ഇപ്പൊ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റാതാവും, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ ഇൻസുലിൻ ആയാലും ഇപ്പൊ ടാബ്ലറ്റ്സ് ആയാലും പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോ ഇൻസുലിനൊക്കെ ഒരു ടെൻഷൻ ഇല്ല. ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ വരെ ഇൻസുലിൻ കൊടുക്കുന്നില്ലേ? അപ്പോ കേൾക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണത്, ഇങ്ങനെ കുട്ടീനെ ബാധിക്കുമോ അങ്ങനെയൊക്കെ. നമ്മളിപ്പോ പ്രഗ്നൻസി ടൈമിലായാലും അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് ജസ്റ്റ് ബേസിക് അറിവുകളൊക്കെയാണ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.